ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു രേഷ്മാസാപ്പിലാൻഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഒരു മട്ടൺ ലിവർ റോസ്റ്റാണ് കാണിക്കാൻ പോകുന്നത്. ഹെൽത്ത് വൈസ് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് മട്ടൺ ലിവർ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എനിക്കിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ലിവറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനി ഒരു 4-5 തവണയെങ്കിലും വെള്ളത്തിലിട്ടൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് വിനെഗറും കൂടി ആ വെള്ളത്തിൽ ചേർത്തിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലെല്ലാം മാറി കിട്ടും കേട്ടോ. ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സവാളയാണ്. 2 മീഡിയം സൈസ് സവാളയാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഒരു ഇഞ്ചിയും കൂടി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ലിവർ കുക്കറിലിട്ടല്ല കുക്ക് ചെയ്യാൻ പോകുന്നത്, ഇതിലേക്ക് ചേർത്ത് കൊടുത്താണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ലിവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ലിവറിൽ നിന്ന് കുറേശ്ശായിട്ട് വെള്ളം ഇറങ്ങും കേട്ടോ. ആ ഒരു വെള്ളത്തിൽ കിടന്ന് തന്നെ അതൊന്ന് കുക്കായി വരും. അപ്പോൾ ലിവറിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു പകുതിയോളം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പൊടിയായാലും മതി കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. കുക്കറിലാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ഏകദേശം 1 മണിക്കൂറോളം വേണ്ടി വന്നു എനിക്കിതൊന്ന് കുക്കാവാനായിട്ട്. അങ്ങനെ ഇതാ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തത്. ഇനി കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ റെസിപ്പി ഇഷ്ടമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.